ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദുമാരെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഫാത്തിഹനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ 17 പ്രാവശ്യം ഓതൽ നിർബന്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ നമ്മൾ ഓരോ വഖത്തിലും ഓരോ റക്അത്തിലും ഓതേണ്ട നിസ്കാരമാണ് സൂറത്തുൽ ഫാത്തിഹ. അങ്ങനെ ഒരു ദിവസം 17 പ്രാവശ്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ദിവസം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്. അതതിൻ്റെ സദ്ദുകളും മദ്ദുകളും മഖ്റജുകളും ഒക്കെ സൂക്ഷിച്ച് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കുന്ന ഒരു വിഷയമാണ് സൂറത്തുൽ ഫാത്തിഹ. ശ്രദ്ധിച്ച് ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ വരെ ആ സൂറത്തുൽ ഫാത്തിഹ നമുക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അവൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ. നമ്മുടെ അമലുകളൊക്കെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പടച്ച റബ്ബ് സ്വീകരിക്കുന്ന അമലാക്കി മാറ്റി തീർക്കട്ടെ എന്ന് ആമുഖമായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ ഫാത്തിഹ സൂറത്തൊന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ സൂറത്തിൽ ഔദു നമുക്ക് ഓതുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഔദു ഓതിക്കഴിഞ്ഞാൽ ആ ഔദുവിൻ്റെ കണക്ക് കണ്ടുങ്ങാണ്ട് നമ്മൾ ഫാത്തിഹ ഓതിയെങ്കിൽ നമ്മളെ നിസ്കാരം ശരിയാകുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മസ്ബൂക്കായിട്ടൊക്കെ ചെന്ന് നമ്മൾ തുടരുകയാണെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി കഴിയാൻ നേരത്തെ നമ്മൾ മസ്ബൂക്കായിട്ട് ചെന്ന് തുടരുകയാണെങ്കിൽ നമുക്ക് അവിടെ ഔദു ഓതാൻ പാടില്ല. പെട്ടെന്ന് ബിസ്മി ചൊല്ലിങ്ങാണ്ട് നമ്മൾ ഫാത്തിഹയിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. അഥവാ നമ്മൾ ഔദു ഓതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഔദുവിൻ്റെ കണക്കും കൂടിയും കണ്ടുങ്ങാണ്ട് ഫാത്തിഹയിൽ നിന്ന് ഓതുകയും ഇമാമിനോട് കൂടെ റുക്കൂവിൽ അടങ്ങി താമസിക്കൽ കിട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റക്അത്ത് ഇമാമിനോട് കൂടെ കിട്ടുകയുള്ളൂ. ആ കാര്യം കൂടി കൂട്ടത്തിലെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ റഹീം എന്നുള്ള ഭാഗത്ത് മദ് ആരിലാണ്. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ അത് 3 അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ കതിർ, അതായത് 3 അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ കതിർ നീട്ടൽ ജായിസാണ്, അനുവദനീയമാണ്. മദ് ആരിൽ പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മദ്ദാണിത്. ഇതിവിടെ 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ ജായിസാണ്. 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ ജായിസാണ്. 6 ഹർക്കത്തിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 3 അലിഫിൻ്റെ കതിർ എന്നാണ് അതിന് പറയൽ. 3 അലിഫിൻ്റെ 3.5 വരെ എന്നൊക്കെ അൽ ഖവായിദു തിലാവ എന്ന കിതാബിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ റഹീം എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 അലിഫിൻ്റെ കതിർ അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ കതിർ നീട്ടൽ ജായിസാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെയും മദ് ആരിലാണ്. ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ മദ് ആരിലാണ് വരുന്നത്. മുസ്തഖീം എന്നുള്ളിടത്ത് വരെ ഈ 6 ആയത്ത് വരെ മദ് ആരിലാണ് വരുന്നത്. ഈ പറയപ്പെട്ടതുപോലെ തന്നെ 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ അവിടേക്ക് ജായിസാണ്, അല്ലെങ്കിൽ 3 അലിഫിൻ്റെ കതിർ നീട്ടൽ ജായിസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ഹംദു, അൽ എന്ന് കഴിഞ്ഞിട്ട് ഹ എന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ ഈ ഹായിൻ്റെ ഉച്ചാരണം അവിടെ വരില്ല. അൽ ഹംദു എന്നുള്ളിടത്ത് എവിടെ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിലും ഫാത്തിഹ ഓതുന്ന സമയത്ത് അൽ ഹ എന്നുള്ള ഉച്ചാരണം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ഓതണം. റബ്ബിൽ എന്ന് ആ ലാം ഉച്ചരിച്ചിട്ട് പിന്നെ ഐൻ ഉച്ചരിക്കണം. റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ റബ്ബിൽ ലാലമീൻ എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, അത് വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം,
പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീൻ എന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മളവിടെ ഓതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ആലമീൻ എന്നുള്ളടത്ത് മദ് ആരിലാണ്. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം എന്നുള്ളടത്തും ഈ പറയപ്പെട്ടതുപോലെ മദ് ആരിലാണ്, കൂട്ടി ഓതാം. അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ. അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ എന്ന് കൂട്ടി ഓതാം. റഹീം എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ 3 അലിഫിൻ്റെ ഖദ്ർ അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദ്ർ നീട്ടൽ ജായിസാണ്, അനുവദനീയമാണ്. അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നീട്ടും, ഓരോരുത്തരും നീട്ടാതെയും ഓതാൻ പാടില്ല. നീട്ടുകയാണെങ്കിൽ എല്ലായിടത്തും നീട്ടുക, അല്ലെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല. അതായത് ഇപ്പോൾ നീട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഏത് രീതിയിലാണോ ഖുർആൻ ഓതുന്നത് അതിനനുസരിച്ചുള്ള ഒരു നീട്ടൽ വരണം. കടുപ്പത്തിൽ ഓതുകയാണെങ്കിൽ അതിനനുസരിച്ചൊരു നീട്ടൽ, സാവധാനം ഓതുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മദ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, അവിടെയും മാലികി യൗമിദ്ദീൻ എന്നുള്ളിടത്തും ആരില്ല മദ്ദാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ത എന്ന് ഉച്ചരിക്കുമ്പോൾ, ത എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളെ പല്ലുമ്മ എന്ത് ചെയ്യണം, നാവ് തട്ടണം. പല്ലുമ്മ നസ്ത എന്ന് നാവുമ്മ പല്ല് തട്ടി നസ്ത, സാധാ ത ആണിത്, നസ്തഈൻ. പിന്നെ പഴയ കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ, കുറച്ച് പ്രായം ചെന്ന ഉസ്താദന്മാരൊക്കെ ഇമാമ് നിൽക്കുന്ന സമയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതലുണ്ട്. അത് പഴയ കാലത്ത് കാര്യങ്ങളൊക്കെ ഈ കനസ് എന്ന് പറയപ്പെടുന്ന ശൈത്താൻ്റെ പേരിനോട് സാമ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇയ്യാക നഅ്ബുദു, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന അർത്ഥത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് തഹ്സീനുൽ ഖിറായും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം അതിനെ സംബന്ധിച്ച ഉസ്താദന്മാരോട് സംശയം ചോദിച്ചപ്പോൾ അങ്ങനെ ഓതണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തന്നെ ഓതിയാൽ മതി. ഇത് സാധാരണ ഈ ഓതിയതുപോലെ തന്നെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന ഹാ ആണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ ത്വാ എന്നുള്ളത്, ഈ ത്വായിനെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഈ താ ഉച്ചരിക്കുന്ന സമയത്തും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ തായിനെ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പല്ലും എന്ത് ചെയ്യണം, നാവ് തട്ടണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ ത്വാ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട്ടിലാണ് പല്ലിനെ തട്ടുന്നത്. നാവിൻ്റെ മുരട്ടിലാണ് എന്ത് ചെയ്യേണ്ടത്, പല്ല് തട്ടേണ്ടത്. കാരണം ഈ 2 ത്വാവും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഇവിടെ കാണാം, ഈ ത എന്ന് പറയുമ്പോൾ ഈ തെല്ലുമ നാവ് തട്ടണം. ത്വ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത്, ഈ പല്ലിൻ്റെ ഉൾഭാഗത്ത് ഇതിനോട് ചാരിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നാവിൻ്റെ തല തട്ടേണ്ടത്. അത് ഈ പല്ലിൻ്റെ പുറത്തല്ല, ഉൾഭാഗത്ത്, ഇതിൻ്റെ ഉൾഭാഗത്ത് ചാരിയിട്ട്. അതുപോലെ തന്നെ ത എന്ന് ഉച്ചരിക്കുമ്പോഴും ല എന്ന് ഉച്ചരിക്കുമ്പോൾ, അല്ലാ എന്ന് ഉച്ചരിക്കുമ്പോഴൊക്കെ നമ്മളെ മുൻപല്ലുമ്മ ഈ നാവ് ഇങ്ങനെ തട്ടും. ത്വ എന്ന് ഉച്ചരിക്കുമ്പോൾ പല്ലുമ്മ തട്ടാതെ പല്ലിൻ്റെ ഇവിടെ അല്ല, അല്ല, അതിൻ്റെ ഉൾഭാഗത്ത് പല്ലിനോട് തട്ടാതെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് ത്വ എന്നുള്ള ആ ഒരു അർഫിനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ത്വ എന്നുള്ള അർഫിനെ ഉച്ചരിക്കേണ്ടത് പല്ലിനെ എന്ത് ചെയ്യണം, അതിൻ്റെ ഉൾഭാഗത്ത് തട്ടിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്നുള്ളിടത്ത്
ഈ ഇവിടെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അലൈഹിം എന്നിട്ട് ദബടെ എന്ത് ചെയ്യണം, മീം ചുണ്ട് കൂട്ടിങ്ങാണ്ട് ഉച്ചരിക്കണം. അലൈഹിം എന്നിട്ട് ചുണ്ട് കൂട്ടിയിട്ട് പിന്നെ വേണം വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കാം. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം. ഇവിടെ അതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ മീം ചുണ്ട് കൂടി വരണം. ചുണ്ട് നന്നായിട്ട് കൂടിയിട്ട് ഇതേമാതിരി ചുണ്ട് കൂടി വരണം. ചില ആളുകളെ ചുണ്ട് കൂടാതെ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഉച്ചരിക്കും. അതായത് ചുണ്ട് ഇതാ ഇങ്ങനെ ഈ നടുഭാഗം കൂടാതെ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വ അലൈഹിം വ. അപ്പോൾ മീമിൻ്റെ ഉച്ചാരണം അവിടെ വരൂല, മീമിൻ്റെ ഉച്ചാരണം അവിടെ വരൂല. എന്നതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാദ് എന്നുള്ള ഹർഫിൻ്റെ ഉച്ചാരണം. അള്ളാഹു എന്ന് പറയപ്പെടുന്നതും ലാ എന്ന് പറയപ്പെടുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുൻപല്ലിൻ്റെ ഈ ഭാഗത്ത് നാവ് തട്ടിച്ചിട്ടാണ് ഈ ലാദ് അള്ളാ എന്ന ഉച്ചാരണം വരിക. എന്നാൽ ലാദ് എന്നുള്ള ഉച്ചാരണം വരുന്നത് ഈ നാവിൻ്റെ വലഭാഗം ഇതാ ഈ ഭാഗം അല്ലെങ്കിൽ നാവിൻ്റെ ഈ ഇടത് ഭാഗം കോട്ടുപല്ലിൻ്റെ ഉള്ളിൽ അരുവിനോട് ചാരി വെച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വലല്ല. അതാണ് ഇവരൊക്കെ ഈ വലല്ലാലിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ലാദ് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഉച്ചാരണത്തിൽ തന്നെ അറഫിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരു മറ്റേ ലാദും ഈ ലാദും തമ്മിലുള്ളൊരു വ്യത്യാസം ആ ഉച്ചാരണത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ലാദിൻ്റെ മഖ്റജ് വരുന്നത് ഇത് കാണുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം തന്നെ ശരിയാവില്ല. ഇന്ന് പലവിധ മാർഗങ്ങളുണ്ട് നമുക്കത് പഠിക്കാൻ. അതിൽപ്പെട്ടൊരു മാർഗം തന്നെയാണ് ഇപ്പോൾ ഇതും. അപ്പോൾ ലാദ് ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ വലത് ഭാഗം, ഈ നാവിൻ്റെ ഈ കാണുന്ന ഭാഗം ഈ കോട്ടുപല്ലിൻ്റെ ഭാഗത്തോട് തട്ടിച്ചിട്ടാണ് ലാദ് എന്നത് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അത് അവനെ വലല്ലാലീൻ. പിന്നെ പറയപ്പെടുന്ന വലല്ലാലീൻ എന്നുള്ളടത്ത് അവിടെ മദ് ലാസിമാണ്. അവിടെ മദ് ലാസിം എന്ന് പറയപ്പെടുന്നത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂനുള്ള മദ്ദിൻ്റെ പേരാണ് മദ് ലാസിം. മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂനുള്ള മദ്ദിൻ്റെ പേരാണ് മദ് ലാസിം. ഇതാ മദ് ലാസിം കണ്ട, മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ പദത്തിൽ തന്നെ സുക്കൂന് സ്ഥിരമായി ഉണ്ടാവുന്നതാണ് മദ് ലാസിം. ഇവിടെ 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് എന്നാണ് നമ്മളെ ഇപ്പോൾ ഈ ഖവായിദു തിലാവ എന്ന് പറയുന്ന തജ്വീദിൻ്റെ കിതാബിലൊക്കെ പറയുന്നത്. അതായത് 6 ഹർക്കത്തിൻ്റെ കതിറും 3 അലിഫിൻ്റെ കതിറും തുല്യമാണ്. അതാണ് ആ രീതിയിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ വലല്ലാലീൻ എന്നുള്ളടത്ത് മദ് ലാസിമാണ്. അതായത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂൻ അവിടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിൻ്റെ ഈ വലല്ലാലീൻ എന്നുള്ളടത്ത് എന്തുണ്ട്, സ്ഥിരമായ സുക്കൂന് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എവിടെയാണ് വലല്ലാലീൻ എന്നുള്ളടത്ത് അത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ എവിടെയാണ് അവിടെ സ്ഥിരമായ സുക്കൂന്. അപ്പോൾ നമ്മൾ ഇതേമാതിരി എന്ത് ചെയ്യണം, അത് പിരിച്ചെഴുതി കൊടുക്കണം. വലല്ലാൽ ഒരു ലാമിന് സുക്കൂനും മറ്റേ ലാമിന് കസുറായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ മദ്ദക്ഷരം എന്നറിയപ്പെടുന്നത്. ഈ ഒരു അലിഫിനാണ് മദ്ദക്ഷരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആ സ്ഥിരമായ സുക്കൂൻ. ഇങ്ങനെയാണ് ഇത് പിരിച്ചെഴുതുമ്പോൾ വരിക. അപ്പോൾ നമ്മളിപ്പോൾ മുസാഫിലൊക്കെ ശ്രദ്ധിട്ട് എഴുതുന്നത് ഇതേമാതിരി പിരിച്ചെഴുതാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൈറിൽ മഗ്ലൂബി അലൈഹിം വ അലൈഹിം എന്ന് പറഞ്ഞിട്ട് ചുണ്ട് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, വാവിനെ ഉച്ചരിക്കണം. സാക്കിനായ മീമിൻ്റെ ശേഷം സാക്കിനായ നൂനിനും തൻവീനിനും 5 വിധികളുണ്ട്. സാക്കിനായ നൂനിനും തൻവീനിനും 5 വിധികളുണ്ട്. അത് നമുക്കറിയാം. ഇൽഹാർ, ഇദാമും ബിഗുന്ന, ഇദാമും ബിലാവുന്ന, ഇഖ്ലാബ്, അതുപോലെ തന്നെ ഇഖ്ഫാ എന്നതുപോലെ തന്നെ സാക്കിനായ നൂനിനും സാക്കിനായ മീമിന് എന്തുണ്ട്, 3 വിധികളുണ്ട്. സാക്കിന മീമിന് 3 വിധികൾ. സാക്കിന മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, സാക്കിന മീമിൻ്റെ ശേഷം ബാവ് വന്നാൽ ഇഖ്ഫാ. ഈ മീമും ബാവുമല്ലാത്ത ഏതക്ഷരം വന്നാലും ഇൽഹാറാണ്. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വ കണ്ടോ, അലൈഹിം എന്ന് വേണം ചുണ്ട് നന്നായിട്ട് കൂട്ടിയിട്ട് വേണം വാവിനെ ഉച്ചരിക്കാൻ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ.
അപ്പോൾ അലൈഹിം വ ഇങ്ങനെ നേരെ ചുണ്ട് കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉച്ചരിക്കാൻ. ഇതാണ് സാക്കിന മീമിൻ്റെ വിധികൾ വരുന്നത്. ഇതുപോലെ തന്നെയാണ് സാക്കിന നൂനിനും തൻവീനും ഒക്കെ വിധികളുണ്ട് 5 എണ്ണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റുള്ള ഇതിലിപ്പോൾ അതൊന്നും വന്നിട്ടില്ല. ഇതിലിപ്പോൾ സാക്കിന മീമിൻ്റെ വിധി മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ സാക്കിന മീമിൻ്റെ വന്നത്. ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് വിധികൾ യഥാസമയം നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വലല്ലാലിനോട്ട് മദ് ലാസിമാണ്. 6 ഹർക്കത്തിൻ്റെ കതിർ നിർബന്ധമാണ്, ജായിസല്ല നിർബന്ധമാണ്. ഈ പല കാര്യങ്ങളും ഖുറാനുകൾ നിർബന്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ മദ് ലാസിം എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ശ്രദ്ധിച്ചങ്ങാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഖുർആൻ പാരായണം നടത്തുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇതുപോലെ തജ്വീദിൻ്റെ നിയമപ്രകാരം ഖുർആൻ ഓതാൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.